കാക്കക്കുള്ളിലെ കലാകാരി തന്നെയായിരുന്നു. ആദ്യമായിട്ട് ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ ഫേസ് ചെയ്യുന്ന ഒരാളാണ്. ഷഹീർ ഉമർ എന്ന് പറയുന്ന ഡയറക്ടറാണ് എന്നിലെ ഒരു അഭിനേത്രി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി. അമ്മ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ അമ്മയ്ക്ക് ഇതുവരെ അറിയത്തില്ല ഇതിൻ്റെ അകത്ത് അഭിനയിച്ച എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. നല്ലതായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. സംവിധായകൻ എന്ന രീതിയിൽ അദ്ദേഹം അറിയപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയാണ്. ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്രയും നല്ലൊരു ഷോർട്ട് ഫിലിം ചെയ്തതും. വീണ് കിടക്കുന്നിടത്ത് കിടക്കുകയല്ല ചെയ്യേണ്ടത്, അവിടെ നിന്ന് എണീറ്റ് നടക്കാൻ അവൾ നോക്കേണ്ടത്. എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നമുണ്ടെങ്കിൽ നമ്മളത് നമ്മളുടെ വേണ്ടപ്പെട്ടവരോടോ അല്ലെ സുഹൃത്തുക്കളോടോ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഒറ്റൊരു ഫോൺ കോളിൽ ചിലപ്പോൾ നമുക്ക് ആ ആത്മഹത്യ എന്നുള്ള തിരിച്ചറിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് പിന്തിരിയും. എന്നെ രാപകലില്ലാതെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാന്ന് വെച്ചാൽ അവരുടെ മാനസിക പ്രശ്നങ്ങൾ പറയാനും എല്ലാത്തിനും അവർക്കൊരാൾ ഒപ്പുറത്തുണ്ട്. ഡാൻസും പാട്ടും പോലെ അല്ലല്ലോ അഭിനയം എന്ന് പറയുന്നത്. ആ മിസ്സിസ് കേരളയെ അറ്റൻഡ് ചെയ്യുന്ന ഞാൻ സെക്കൻഡ് റണ്ണറപ്പായി. 200ഓളം കുട്ടികളെ ഡ്രഗ് അഡിക്ഷൻ കാരണം ഞാൻ അവരെ കൗൺസിലിങ്ങിനും ട്രീറ്റ്മെന്റിനും അയച്ചിട്ടുണ്ട്. കാക്കിയിട്ട് കഴിഞ്ഞാൽ അവിടെ മതമില്ല, രാഷ്ട്രീയമില്ല, കളറില്ല, ഒന്നുമില്ല. സമൂഹത്തിൽ പലരും കാക്കിയിട്ടവരെ തെറി വിളിക്കുകയും പരിഹസിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ കാക്കിയിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് പോലീസുകാരൻ തന്നെയാണ്. അപ്പോൾ ഞങ്ങളൊരു നല്ലൊരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവർക്കും അവസരം കിട്ടണം, സംവിധായകനായാലും അഭിനയിക്കുന്നവരായാലും ആരായാലും. അപ്പോൾ അതൊരു ഒരു വേദി ഞങ്ങളുടെ ഈ ആർദ്ര പ്രൊഡക്ഷൻ ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്ത് ഗ്ലിസറിനൊന്നും ഞാൻ ഉപയോഗിച്ചേ ഇല്ല. ഷോർട്ട് ഫിലിം കാണുമ്പോൾ അറിയാം അതിൻ്റെ അകത്ത് വേർത്ത് കുളിക്കുന്നത്. അതൊക്കെ ഒറിജിനലായിട്ട് ഞാൻ വേർത്ത് കുളിച്ചു തന്നെയായിരുന്നു. എൻ്റെ ഡയറക്ടർ ഷഹീർ ഉമർ സാർ എന്നെ 2-3 ദിവസം മുമ്പേ ആ കഥാപാത്രമാക്കാൻ വേണ്ടി എപ്പോഴും എന്നെ ലക്ഷ്മി എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അത് തന്നെ ഒരു അവാർഡ് കിട്ടിയപ്പോഴും എനിക്ക് വളരെയേറെ സന്തോഷമുണ്ടായി. വെൽക്കം ടു JC സ്റ്റുഡിയോ, സ്റ്റോറി ബിഹൈൻഡ് യു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. ആ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതുവരെ നമ്മൾ സിനിമ ഫീൽഡിലുള്ള പലരുമാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത്. എന്നാൽ ഇന്ന് വന്നേക്കുന്നത് സിനിമ പ്ലസ് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഏറ്റവും അഭിമാനിക്കാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് കേരള പോലീസ്. കേരള പോലീസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പടി മുന്നിൽ നിൽക്കുന്നവരാണ്. പല കാര്യങ്ങളിലും പല കേസുകളും വളരെ നിസ്സാര ദിവസങ്ങൾ കൊണ്ടുവരെയും തെളിയിച്ചിട്ടുള്ള ചരിത്രം നമ്മുടെ കേരളത്തിൻ്റെ പോലീസുകാർക്ക് അഭിമാനിക്കാൻ വകയുള്ള കാര്യമാണ്. അങ്ങനെ കേരള പോലീസിൻ്റെ കോട്ടയം ജില്ലയിലെ ഒരു കുഞ്ഞു സ്ഥലത്ത് കുറേ പാവപ്പെട്ട ആൾക്കാരെ വെറുപ്പിക്കുന്ന ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു ASI, അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ. പക്ഷേ ഫേസ് കണ്ടാൽ ഒരിക്കലും പോലീസുകാരെന്ന് പറയൂല കേട്ടാ, കുഞ്ഞ് ഫേസിൻ്റെ ഉടമയാണ്. ഇതൊക്കെ കണ്ട ആരും പേടിക്കാറുണ്ട്. ആ വ്യക്തിയിലേക്ക് നമുക്ക് പോകാം. പുള്ളിക്കാരി ഒരു അവാർഡിന് അർഹത നേടിയിട്ടുള്ള ഒരാളും കൂടിയാണ്. പേര് സ്വപ്ന എന്നാണ്. സ്വപ്ന മാഡം ASI, കോട്ടയം ജില്ലയിലെ ASI ആണ്. സ്ഥലമൊക്കെ പുള്ളിക്കാരി തന്നെ പറയും. നമസ്കാരം മാഡം. നമസ്കാരം. എൻ്റെ പേര് സ്വപ്ന കരുണാകരൻ. ഞാൻ കോട്ടയം ജില്ലയിലെ മണർകാട് പോലീസ് സ്റ്റേഷനിൽ ഗ്രേഡ് ASI ആയിട്ട് ജോലി ചെയ്യുന്നു. സർവീസിൽ കയറിയിട്ട് 22 വർഷമായി. ഞാൻ ഡാർക്ക് റെയിൽവേ ട്രാക്ക് എന്ന ഷോർട്ട് ഫിലിമിൽ മെയ്യിൽ അഭിനയിച്ചു. അതിൻ്റെ റിലീസിങ് ഓഗസ്റ്റ് 15-നായിരുന്നു. ഡോക്ടർ ഷഹീർ ഉമറാണ് അത് സംവിധാനം ചെയ്തത്. എൻ്റെ മകൾ ആർദ്രയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. ആ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചതിന് എനിക്ക് പൂവച്ചൽ ഖാദറിൻ്റെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ലഭിച്ചു. ASI ആയിട്ട് എത്ര വർഷമായി മാം? ഞാൻ ASI ആയിട്ട് 2 വർഷമായി. 22 വർഷമായി സർവീസിൽ കയറിയിട്ട്. പോലീസിന്റെ ട്രെയിനിങ് 9 മാസമായിരുന്നു. ഓക്കെ. ഇപ്പൊ ASI ആയിട്ട് 2 വർഷമായി. ASI ആയപ്പോഴാണ് മുഖത്ത് ഇത്രയും ഗൗരവം വരുത്തിയത്? അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ പോലീസിലെ ഒരു ഗൗരവം കാണിക്കുന്ന ഒരാളല്ല. അല്ല 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 എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം വേറൊന്നുമല്ല. നമ്മൾ 2 വസ്തുക്കൾ ഇപ്പം നെഗറ്റീവ് ഒരുമിച്ചിരുന്നാൽ അത് അകന്ന് പ്രശ്നങ്ങളായിരിക്കും. ഇപ്പോൾ തല്ലും ബഹളിയാണെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഒരേ വീട്ടിൽ 2 പോലീസുകാരുണ്ട്, ശരിയല്ലേ? അതെ അതെ അതെ. വീട്ടിൽ 2 പോലീസുകാർ, ഒരാൾ ASI, ഒരാൾ SI. അടി ഉണ്ടാവാറുണ്ടാ? ഇല്ല ഇല്ല ഇല്ല, അതിനുള്ള സമയം കിട്ടാറില്ല. അതാണ് കാര്യം. അല്ലെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു മണി നോക്കായിരുന്നു. ഓക്കെ. അപ്പൊ സാറ് എവിടുത്തെ? ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള തലോലപ്പുറം പോലീസ് സ്റ്റേഷനിലെ SI ആണ് സാറ് വർക്ക് ചെയ്യുന്നത്. മാഡം ഈ പറഞ്ഞ പോലെ മണർകാട് പോലീസ് സ്റ്റേഷനിൽ. മലയാള സിനിമയിലേക്ക് വല്ല താല്പര്യം ഉണ്ടായിരുന്നോ? കടന്നു വരണം, ഒരു സിനിമാ നടിയാകണം എന്നുള്ള ഒരു, അതായത് കാക്കിക്കുള്ളിലെ കലാകാരി, ഏതൊരു സിനിമയിലെ കാക്കിക്കുള്ളിലെ കലാകാരൻ എന്ന് പറയുന്നുണ്ട്. ടോമിൻ ജെ തച്ചങ്കരി സാറിനെ കുറിച്ച് എന്തോ ആയിരുന്നു അന്ന് ആ ഒരു ഇത് വന്നത് എന്ന് പറഞ്ഞ പോലെ
കക്കിക്കുള്ളിയിലെ കലാകാരിയാണ് സ്വപ്ന മാഡം. അങ്ങനൊരു ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു? സിനിമയിൽ വരുന്നതിനെ പറ്റി ഞാൻ ഒന്നും ആലോചിച്ചിരുന്നില്ല. ഞാൻ കാക്കക്കുള്ളിയിലെ കലാകാരി തന്നെയായിരുന്നു. വെച്ചാൽ ഞാൻ ക്ലാസിക്കൽ ഡാൻസറാണ്, ക്ലാസിക്കൽ സിംഗറാണ്. അപ്പം ഞാനും എൻ്റെ മോളും ഒരുമിച്ചാണ് ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നതും കച്ചേരി സംഗീത കച്ചേരി നടത്തുന്നത്. അപ്പൊ അത് രണ്ടും ഒരുമിച്ചാണ്. പക്ഷെ സിനിമ എന്ന് പറയുന്ന ഒരു ഫീൽഡിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. രണ്ടുപേരും ക്ലാസിക്കൽ ഡാൻസേഴ്സ് ആണ്. അതെ അതെ അതെ, സിംഗേഴ്സ് ആണ്. സിംഗേഴ്സും ആണ്. അപ്പോൾ വീട്ടിൽ രണ്ടുപേരും ഒരേ കാറ്റഗറിയിൽ ഡാൻസും പാട്ടും പാടുമ്പോൾ രണ്ട് പോലീസുകാർ ഇപ്പുറത്ത്, ഹസ്ബൻഡും വൈഫും, അവിടെ അമ്മയും മകളും. സാറിനെ ഞാൻ സമ്മതിച്ചിട്ട, സാറൊരു പാവമൊന്നുമില്ലേ? പാവാണ്. പിന്നെ ഞങ്ങള് ക്ലാസിക്കൽ സോങ് പഠിക്കുമ്പം ഒളിച്ചു നിന്ന് പഠിക്കാറുണ്ട് പുള്ളി. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒപ്പം വന്ന് ഇരിക്കാറില്ല, ഒളിച്ചു നിന്നുകൊണ്ട് അതെല്ലാം കേട്ട് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പഠിക്കും. കീർത്തനങ്ങൾ കുറെ കഴിയുമ്പോൾ പുള്ളി പാടും. അങ്ങനെ ഒരുമിച്ച് വന്ന് നിൽക്കാറില്ലേലും പഠിക്കാറുണ്ട്. യഥാർത്ഥത്തിലുള്ള കലാകാരൻ പുള്ളിയാണ്. അതെ. മലയാള സിനിമയിലേക്ക് ഒരു ഷോർട്ട് ഫിലിമിലൂടെ കടന്നു വന്നു. ഡോക്ടർ ഷഹീർ ഉമർ ഡയറക്ഷൻ ചെയ്ത ദ ഡാർക്ക് റെയിൽവേ ട്രാക്ക് അല്ലേ? അതൊരു വ്യത്യസ്തൊരു ഫീലായിരുന്നു. ഞാൻ കണ്ടൊരു ഷോർട്ട് ഫിലിമാണ്. പക്ഷെ ആ ഒരു ഷോർട്ട് ഫിലിമിൽ അതിലെ നായിക എന്ന് പറയുന്ന സ്വപ്ന മാഡത്തിനാ ഞാൻ സത്യം പറഞ്ഞാൽ അതിൽ കാണുമ്പോൾ കുറച്ചും കൂടി വലിയൊരു മെച്യൂരിറ്റി ഉള്ളൊരു, പക്ഷെ നിങ്ങളുടെ ഫേസ് കാണുമ്പോൾ ഒരു കുഞ്ഞു കുട്ടീനെ പോലെ ഇപ്പോൾ തോന്നുന്നത്. എന്തായിരുന്നു ആ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ്? ആദ്യമത്തെ ഒരു അനുഭവമായിരുന്നില്ല അങ്ങനെ അഭിനയിക്കാൻ പോകുന്നത്? എങ്ങനെയായിരുന്നു ഒരു സ്റ്റാർട്ടിങ്? ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഒരു അഭിനയത്തിനുള്ള യാതൊരു താല്പര്യവും കാണിച്ചിരുന്ന ആളല്ലായിരുന്നു. ഡോക്ടർ ഷഹീർ ഉമർ സാറിനെ ഞാൻ കാണുന്നത്, ഞാൻ മിസ്സിസ് കേരള കലോൺ മിസ്സിസ് കേരള 2024 മത്സരത്തിന് പോയപ്പോൾ അവിടുത്തെ ഗ്രൂമറായിട്ടായിരുന്നു അദ്ദേഹത്തെ കണ്ടിരുന്നത്. എന്നാലും കൂടുതലൊന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് മത്സരാർത്ഥികൾക്ക് ഒരു വേദി ഉണ്ടായിരുന്നു സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള. അപ്പം ആ വേദിയിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് ഇതെല്ലാം കണ്ട് ഞാൻ പിന്നെ മോട്ടിവേഷൻ ടോക്ക് നടത്തുന്ന ആളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് എൻ്റെ ആ മോട്ടിവേഷൻ അവിടെയുള്ള ആൾക്കാർക്ക്, മത്സരാർത്ഥികൾക്ക് കേൾക്കാൻ ഇടയ വന്നപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു, ഇതാണ് എവിടെയാ പോലീസിൻ്റെ ആ ഇതും ഒക്കെ ചോദിച്ചു. എൻ്റെ ഫോൺ നമ്പർ മേടിച്ചായിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, അപ്പം അതിൻ്റെ കഥയൊന്ന് കേൾക്കാമോ എന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ ഞാനും എൻ്റെ മോളും ഹസ്ബൻഡൂടെ കഥ കേട്ടു. അപ്പോൾ കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അപ്പം ഞാൻ ചോദിച്ചു, ഇതിൽ ആരാ അഭിനയിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, മാഡമാണ് ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ അഭിനയിക്കാനാ, ഞാനങ്ങനെ ഒരു അഭിനയ ഫീൽഡിലുള്ള ആളല്ല. അപ്പം എന്നോട് പറഞ്ഞു, ഡാൻസ് കളിക്കുന്ന ആളായതുകൊണ്ട് അഭിനയിക്കാൻ നല്ലപോലെ കഴിവ് വരുമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മോള് തന്നെയാണ് അതിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുക. അപ്പം ആളെ പിന്നെ വേറെ ഇത് ചെയ്യേണ്ട. ഞാൻ പറഞ്ഞു, എനിക്ക് അഭിനയിക്കാൻ ഒട്ടും അറിയത്തില്ല, ഇതെല്ലാത്തിൻ്റെ റിസ്ക് സാറ് തന്നെ ഏറ്റെടുക്കണം. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു സ്ത്രീ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആ ഒരു കഥയാണ് അതിൻ്റെ അകത്ത്. അപ്പം ആ ഒരു കഥ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ളത് പറഞ്ഞു. അപ്പം കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാനാണ് അതിൻ്റെ അകത്ത് അഭിനേത്രി എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഷൂട്ടിൻ്റെ അന്ന് ഒറ്റ ദിവസം എനിക്ക് അതാണ് ആ ഡയറക്ടർ ഷഹീർ സാറിനെ ഇത് ഒറ്റ ദിവസം കൊണ്ട് രാവിലെ 6 മണിക്ക് തുടങ്ങി രാത്രി 10 മണി വരെ ഒറ്റ ദിവസം കൊണ്ടാണ് അതിൻ്റെ ഷൂട്ട് ചെയ്തത്. അതിൻ്റെ ക്രൂസ് മെമ്പേഴ്സ് എല്ലാം വളരെ അസാധ്യമായിട്ട് അതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ ഓരോ അഭിനയത്തിനും അതിൻ്റെ നന്ദി പറയേണ്ടത് ഡോക്ടർ ഷഹീർ ഉമർ സാറിനോട് മാത്രമാണ്. എന്നാന്ന് വെച്ചാൽ ആ ഒരു സ്ത്രീ തനിച്ച് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് ശരിക്കും ഞാൻ അതിൻ്റെ അകത്ത് ആയിരുന്നെന്ന് ഞാൻ പറയുന്നില്ല, ജീവിക്കുമായിരുന്നു ഞാൻ. അതിൻ്റെ അകത്ത് ഗ്ലിസറിനൊന്നും ഞാൻ ഉപയോഗിച്ചേ ഇല്ല. എന്നുവെച്ചാൽ അതിൻ്റെ അകത്ത് ഞാൻ ഒറിജിനലായിട്ട് കരയുമായിരുന്നു. അത് ആ വിയർക്കുന്നതും ആ ഷോർട്ട് ഫിലിം കാണുമ്പോൾ അറിയാം, അതിൻ്റെ അകത്ത് വിയർത്ത് കുളിക്കുന്നത്, അതൊക്കെ ഒറിജിനലായിട്ട് ഞാൻ വിയർത്ത് കുളിച്ചു തന്നെയായിരുന്നു ആ ഷോർട്ട് ഫിലിം ചെയ്ത. ഇപ്പോഴും എനിക്ക് അത് ഞാനത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, കാരണം ഞാനത് ഡോക്ടർ ഷഹീർ ഉമറിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടു, വേറെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് അതിൻ്റെ ക്യാമറ വർക്കൊക്കെ വളരെ നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ ആക്ട്രസ് പുതിയൊരാളാണല്ലേ, ഞാൻ അങ്ങനെ ചോദിച്ചു. ചെറിയ 1-2 കാര്യങ്ങളേ ഉള്ളൂ, അല്ലാണ്ട് വലുതായിട്ട് പറയാനൊന്നുമില്ല. ഞാൻ പുള്ളിയുടെ ഓപ്പണായിട്ട് പറഞ്ഞാലും ചെറിയ 1-2 ചെറിയ പൊടിക്കുള്ള മിസ്റ്റേക്ക്, അത് ചിലപ്പോൾ ഒരു എക്സ്പീരിയൻസ് കുറവായിരിക്കും. അപ്പോഴാണ് എന്നോട് പറഞ്ഞത്, സച്ചിൻ ഭായി അത് ASI ആണ്, പോലീസുകാരിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാടാ അങ്ങനെ സംസാരിച്ചു. പക്ഷെ വേറൊന്നും പറയാനില്ല, നല്ല ഒരു വർക്ക് തന്നെയായിരുന്നു അത്.
നമുക്കത് ഒരു ബിഗ് സ്ക്രീനിലേക്ക് കാണണമെന്ന് തോന്നിപ്പോയി. അത്രയും ഒരു ചെറിയ ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ അറിയാലോ, ചെറിയൊരു മൂവി, അതൊന്നും കൂടി വൈഡായിട്ട് പോകാൻ പറ്റിയ ഒരു സംഭവമായിട്ട് ഫീൽ ചെയ്തു. അത് നന്നായിട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ ചെറിയാന്ന് വെച്ചാൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കുറവ് മാത്രമേ ഉള്ളൂ അവിടെ. പക്ഷെ വളരെ ഭംഗിയായിട്ട് എനിക്കിപ്പോഴും എൻ്റെ കൺമുന്നിൽ നിങ്ങൾ ആ ഒരു റൂമിൻ്റെ അകത്ത് ഇരിക്കുന്നതും ചാടി എഴുന്നേക്കുന്നതും അതൊക്കെ എനിക്കിപ്പോഴും ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു തമിഴൻ ക്യാരക്ടർ, അത് മരിച്ചുപോയ വ്യക്തിയാണ് അല്ലേ, അങ്ങനെയല്ലേ അത് ചിത്രീകരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ആ ഒരു മനസ്സിൽ പുള്ളിക്കാരൻ വന്നിരിക്കുന്നതും അതൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കണേ. പക്ഷെ അപ്പോൾ ആ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ലൈഫ്, വാതക്കൽ വന്ന ആളുകൾ ശല്യം ചെയ്യുന്ന ഒരു സ്ത്രീയെ ഒറ്റക്കാണെന്നറിയുമ്പോൾ അവരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു സംഭവം പറഞ്ഞോളൂ. എന്തായാലും അതെന്നാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഒരു സ്ത്രീ തനിച്ച് താമസിച്ചാൽ അവളെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. അതായത് ഒരു സ്ത്രീക്ക് തനിച്ച് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയിലോട്ടാണ് നമ്മളുടെ സമൂഹം അവളെ എത്തിക്കുന്നത്. അപ്പോൾ ഒരു ഭർത്താവ് ഇല്ലാത്ത, മരിച്ചുപോയ അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു സ്ത്രീയാണ് താമസിക്കുന്നതെങ്കിൽ അവളുടെ പുറകെ നടന്ന് ഉപദ്രവിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇത്, ഇപ്പൊ ഞാൻ പോലീസിലായതുകൊണ്ട് ഞാൻ അതുപോലത്തെ ഇഷ്ടം പോലെ ആൾക്കാരുടെ കഥകൾ കേൾക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ ഇഷ്ടം പോലെ ഇങ്ങനെ എന്നെ വിളിക്കും, പരാതിയുടെ ഇതായിട്ടും അല്ലാത്ത ഇതൊക്കെ ആയിട്ട് ഞാൻ ഒത്തിരി ആൾക്കാരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതകഥകളൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് അവരുടെ ആ മാനസിക ബുദ്ധിമുട്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവരുടെ ആ മാനസിക ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ആ മാനസിക ബുദ്ധിമുട്ട് നന്നായിട്ട് അതിൻ്റെ അകത്ത് അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. എന്ന് വെച്ചാൽ ഒരു ഭർത്താവ് തനിച്ച് താമസിക്കുമ്പോൾ രാത്രിയാകുമ്പോൾ കിടന്നുറങ്ങുന്നത് തലയണയുടെ അടിയിൽ വാക്കത്തി വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ഏത് നിമിഷമാണ് അവൾ ആക്രമിക്കപ്പെടുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ അവൾ അവിടെ ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവൾ എപ്പോഴും ഒരു ആയുധം കയ്യിൽ വെച്ചുകൊണ്ടാണ് ഒരു സ്ത്രീ എപ്പോഴും തനിച്ച് താമസിക്കുന്നത്. അവൾക്ക് ഒരാൾ പോലും തുണയില്ല. അപ്പോൾ അവളെ സമൂഹത്തിലെ ആരെങ്കിലും വന്ന് ആക്രമിച്ചാൽ അതിനെ പൊരുതി നേടാൻ വേണ്ടിയിട്ടാണ് അവൾ സ്വയം സുരക്ഷ ഉണ്ടാക്കുന്നത്. അപ്പോൾ രാത്രിയിലുള്ള ആ ഉറക്കത്തിന്റെ സമയങ്ങളിൽ അവളെ മദ്യപിച്ച് വന്ന ആൾക്കാർ വാതിലിൽ തട്ടി വിളിക്കുന്ന ആ അവസ്ഥ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്താണ് ഞാൻ അഭിനയിച്ചത്. അതുപോലെ ആഹാരം കഴിക്കാനില്ലാത്ത ആ ബുദ്ധിമുട്ട്, അതുപോലെ പാത്രത്തിൽ ചെന്ന് നോക്കുമ്പോൾ വെള്ളം പോലും കുടിക്കാനില്ലാത്ത ആ അവസ്ഥ, അതൊക്കെ ശരിക്കും ഞാൻ സ്വയം മറന്നു തന്നെ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഡയറക്ടർ ഷഹീർ ഉമർ സാർ എന്നെ 2-3 ദിവസം മുമ്പേ ആ കഥാപാത്രമാക്കാൻ വേണ്ടി എപ്പോഴും എന്നെ ലക്ഷ്മി എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നെ ഫോൺ വിളിച്ച് എപ്പോഴും ലക്ഷ്മി ലക്ഷ്മി എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ആ കഥാപാത്രവും ആ ഡയലോഗുകളും എല്ലാം ഞാൻ സ്വയം തന്നെ കഥാപാത്രത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് എന്നെ പലരും കാണുമ്പോൾ ആ രൂപം പോലും ഭയങ്കരമായിട്ട് മാറിപ്പോയെന്ന് പറയും. ഞാനെപ്പോഴും ചിരിച്ചു നടക്കുന്ന ഒരാളാണ്. അപ്പം അന്നേരം എൻ്റെ ആ കഥാപാത്രം എന്ന് പറയുന്ന ഒരു കരഞ്ഞ് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഒത്തിരി എനിക്ക് ആ കഥാപാത്രത്തിലോട്ട് ഞാൻ ആഴ്ന്നിറങ്ങി എന്ന് തന്നെ പറയാം. അപ്പം അത് തന്നെ ഒരു അവാർഡ് കിട്ടിയപ്പോഴും എനിക്ക് വളരെയേറെ സന്തോഷമുണ്ടായി. ആദ്യമായിട്ട് ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ ഫേസ് ചെയ്യുന്ന ഒരാളാണ്. അതിന് സത്യത്തിൽ ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ ഫേസ് ചെയ്യുന്നത് ഫോട്ടോഷൂട്ടിലാണ്. എന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ ഡയറക്ടറും എൻ്റെ ക്യാമറാമാനും ഉമേഷ് ത്രീലീഫ് എന്ന് പറഞ്ഞ ഉമേഷാണ്. അപ്പോൾ ഉമേഷ് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കുന്നു പറയുന്ന ആ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ആണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത്. അല്ലാതെ എനിക്കൊരു പ്രത്യേകിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുള്ള ഒരു ഇതില്ലായിരുന്നു. പക്ഷേ എന്നെ ഷഹീർ ഉമർ എന്ന് പറയുന്ന ഡയറക്ടറാണ് എന്നിലെ ഒരു അഭിനേത്രി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി എനിക്ക് ഇത്രയും നല്ല ഒരു കഥാപാത്രത്തെ എനിക്ക് അവതരിപ്പിക്കാനും അത് സമൂഹത്തിന്റെ മുന്നിൽ ഒരു മാതൃകയാക്കി കാണിക്കാനും എനിക്ക് സാധിച്ചത്. ഡോക്ടർ ഷഹീർ ഉമറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഏകദേശം ഒരു 8-9 വർഷത്തെ പരിചയം ഞാനും ഷഹീർ ഉമർ തമ്മിലുണ്ട്. ഞങ്ങളുടെ ഒരു മൂവി കാര്യത്തിനായിട്ടാണ് പുള്ളിയായിട്ട് കൂടുതൽ അടുക്കുന്നതെങ്കിൽ പോലും അതിന് മുന്നേ അദ്ദേഹമായിട്ട് പരിചയമുണ്ട്. ഇപ്പം സ്വപ്ന മാഡം പറഞ്ഞ പോലെ ഷഹീർ ഉമർ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ തനിക്ക് കിട്ടിയ അവസരം പോലും മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഷഹീർ ഉമർ. ഞങ്ങളുടെ ഫിലിമിൽ അദ്ദേഹത്തിൻ്റെ അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം അത് കൂടെ വന്ന ആൾക്കാർ അവസരം കൊടുക്കാൻ പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ നിങ്ങളെ തേടി ഒരു അവസരം വന്നപ്പോൾ മാഡം അന്ന് ചിന്തിച്ചിരുന്നു അതൊരു അവാർഡ് രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടുമെന്നും? ഡോക്ടർ ഷഹീർ ഉമർ സാറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം നല്ലൊരു കഴിവുള്ള ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിന് നല്ല നല്ല അവസരങ്ങൾ ഇനിയും വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വെച്ചാൽ ഒരു അഭിനയിക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരാളായ എന്നെ നല്ല രീതിയിൽ ഈ ഷോർട്ട് ഫിലിമിൽ അവതരിപ്പിക്കാനും അതൊരു അവാർഡിലേക്ക് എത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. എന്നുവെച്ചാൽ ഇതിൻ്റെ പ്രിവ്യൂ ഷോ നടക്കണ അതുവരെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഞാനെന്താ അഭിനയിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയത്തില്ലായിരുന്നു. എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ മോളോടും പറഞ്ഞു, അമ്മ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ അമ്മയ്ക്ക് ഇതുവരെ അറിയത്തില്ല ഇതിൻ്റെ അകത്ത് അഭിനയിച്ച
അഭിനയിച്ച എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോളും എന്നോട് ഈ വിവരം പറഞ്ഞിരുന്നില്ല. അപ്പം പ്രിവ്യൂ ഷോയ്ക്ക് 100 പേരുടെ ഒരു പ്രിവ്യൂ ഷോയാണ് ഞങ്ങൾ വെച്ചിരുന്നത്. അപ്പൊ അവിടെ സംവിധായകൻ സലാം പാപ്പു സാറ്, പിന്നെ സംവിധായകൻ MA നിഷാദ് സാറ്, അങ്ങനെ ഒത്തിരി വലിയ വലിയ ഫിലിം ഫീൽഡിലുള്ള ആൾക്കാരാണ് വന്നത്. അപ്പൊ അവരുടെയൊക്കെ മുന്നിൽ ഞാൻ എന്ന് പറയുന്ന ഒരാള് ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ്. സിനിമയെ പറ്റിയേ എനിക്കൊന്നും അറിയത്തില്ല. അപ്പൊ അവിടെ വന്ന് അവരെല്ലാം ഇത് കണ്ട് എന്നെ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയും ആൾക്കാരുടെ മുന്നിലെല്ലാം എന്നെ ഇത് പറഞ്ഞ് നല്ലതായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. ഞാൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന് പോലും എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തെ ഓരോ ആ കാര്യങ്ങളും അത് ചെയ്തതും പറഞ്ഞതും ഒക്കെ നോക്കുമ്പം നല്ല രീതിയിലാണ് ആ ഒരു സംവിധായകൻ എന്ന രീതിയിൽ അദ്ദേഹം അറിയപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇനിയും നല്ല നല്ല അവസരങ്ങൾ തേടി വരുമെന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ, ഒരു ദിവസം കൊണ്ട് ഇത്രയും നല്ല രീതിയിൽ ഒരു ഷോർട്ട് ഫിലിം, അതും 20 മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിം ചെയ്തു തീർക്കണമെങ്കിൽ അദ്ദേഹവും അതിൻ്റെ ക്യാമറാമാന്മാരും മറ്റുള്ള ക്രൂസ് മെമ്പേഴ്സും വളരെ നന്നായിട്ട് അവർ റെസ്റ്റ് എടുത്തിട്ടേ ഇല്ല. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്രയും നല്ലൊരു ഷോർട്ട് ഫിലിം ചെയ്തതും അതുപോലെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു ഇതാ. അതായത് പല സ്ഥലത്തും സ്ത്രീകൾ അവർക്ക് ഒരു ചെറിയ കാര്യം വന്നാൽ അവരെ മുന്നോട്ട് പോകുന്നത് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കായിരിക്കും പോകുന്നത്. അവർ മറിച്ചൊന്നും ചിന്തിക്കാറില്ല. എന്നാന്ന് ചോദിച്ചാൽ അവർക്ക് ജീവിതം ഒരു ചെറിയ കാര്യം വന്നാൽ ഉടനെ ജീവിതം എങ്ങനെ അവസാനിപ്പിക്കണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ അടുത്തൊരു വഴിയുണ്ട് എന്ന് ചിന്തിക്കാനുള്ള സമയം അവർക്ക് ഒന്നിനും എടുക്കില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, അവർ പെട്ടെന്ന് ഒരാളോടൊന്നും ചിന്തിക്കാതെ അവർ ആത്മഹത്യ തിരഞ്ഞെടുക്കും. അപ്പൊ അതല്ല, ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവൾ മുന്നോട്ട്, ഞാൻ വീണ് കിടക്കുന്നിടത്ത് കിടക്കുകയല്ല ചെയ്യേണ്ടത്, അവിടെ നിന്ന് എണീറ്റ് നടക്കാൻ അവൾ നോക്കേണ്ടത്. അത് ചെയ്യുന്ന ഒരു മെസ്സേജാണ് ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നത്. ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആഹാരത്തിന് വകയില്ലാതെ അവൾ വീട്ടിൽ ഒരു ആഹാരം പോലും കഴിക്കാൻ പറ്റാതെ ഇരിക്കുന്ന അവസ്ഥ പല സ്ത്രീകൾക്കും ഇപ്പോഴുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീ ആയിട്ട് തന്നെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്, അവിടെ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയെയാണ് ഞാൻ ഇത് കണ്ടത്. അപ്പൊ വെച്ചാൽ പല സ്ഥലത്തും കുട്ടികളെ ആയിട്ട് സ്ത്രീകൾ അവർക്ക് അടുത്ത ഒരു വഴിയില്ലാതെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു പുതിയ ട്രെൻഡ് കണ്ടിട്ടുണ്ട്. പക്ഷെ അതല്ല വേണ്ടത്. നമുക്ക് എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നമുണ്ടെങ്കിൽ നമ്മളത് നമ്മളുടെ വേണ്ടപ്പെട്ടവരോടോ അല്ലെ സുഹൃത്തുക്കളോടോ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഒറ്റ ഒരു ഫോൺ കോളിൽ ചിലപ്പോൾ നമുക്ക് ആ ആത്മഹത്യ എന്നുള്ള ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് പിന്തിരിയും. പക്ഷെ ഇതാരും ചെയ്യാറില്ല. ഞാൻ ഒത്തിരി പേര് സൂയിസൈഡ് ഇതുള്ള ആൾക്കാരുടെയൊക്കെ ആയിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് എപ്പോഴും ഞാൻ എൻ്റെ ഫോൺ നമ്പറാണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ മോള് തന്നെ ചോദിക്കും, അമ്മ ഈ ഫോൺ നമ്പർ കൊടുത്താൽ അമ്മയ്ക്ക് ശല്യമല്ലേ എന്ന് ചോദിക്കും. അത് എന്നെ രാപകലില്ലാതെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാന്ന് വെച്ചാൽ അവരുടെ മാനസിക പ്രശ്നങ്ങൾ പറയാനും എല്ലാത്തിനും അവർക്കൊരാൾ അപ്പുറത്തുണ്ട്. ഞാൻ ഏത് സമയത്താണേലും ഫോൺ എടുക്കുകയും ചെയ്യും. അവരുടെ കാര്യങ്ങൾക്ക് അന്നേരം തന്നെ ഏത് പോലീസ് സ്റ്റേഷൻ അതിർത്തിയാണേലും ഞാൻ ആ പോലീസ് സ്റ്റേഷൻ്റെ വേണ്ട വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ എപ്പോഴും വീണ് പോകാൻ നമുക്ക് സമയം കിട്ടും. പക്ഷെ അവിടെ വീണ് കിടക്കുകയല്ല ചെയ്യേണ്ട, അവിടെ നിന്ന് എണീറ്റ് നമ്മളൊരു മുന്നോട്ട് പോകാനുള്ള ഒരു നല്ല രീതിയിലുള്ള മാതൃകയാണ് നമ്മൾ കാണിക്കേണ്ടത്. മാഡം മിസ് കേരളയോ എന്തോ ആയിരുന്നു എന്നുള്ള രീതിയിൽ ഞാൻ കേട്ടിരുന്നു. എന്താണ് അതിനെയും കുറിച്ച് പറയാനുള്ളത്? ഞാൻ കഴിഞ്ഞ വർഷം മിസ്സിസ് കേരള കോൺടെസ്റ്റിലാണ് പങ്കെടുത്തിരുന്നത്. അവിടെ ആ ഷോയുടെ ഗ്രൂമറായിരുന്നു ഷഹീർ ഉമർ സാറ്. അവിടെ നിന്നാണ് ഞങ്ങൾ പരിചയപ്പെട്ടെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സംസാരിച്ചതേ ഉള്ളൂ. പിന്നെ ഞാൻ അവിടെ അങ്ങനെ സംസാരിക്കുന്ന കേട്ടപ്പോൾ എൻ്റെ സംസാരം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പുള്ളി എന്നോട് നമ്പർ മേടിച്ചിട്ട് പറഞ്ഞു, പോലീസല്ലേ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെടുമെന്ന് പറഞ്ഞാണ് എന്നോട് നമ്പർ മേടിച്ചത്. അഭിനയിക്കാൻ ചാൻസ് ഉദ്ദേശിച്ചൊന്നുമല്ല, പുള്ളിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൈക്കൂലി കൊടുക്കാണ്ട് നേടാൻ വേണ്ടിട്ട് മേടിച്ചത്, അത് വേറെ കാര്യം. അതറിയില്ല. എന്തായാലും നമ്പർ മേടിച്ച് അധികം താമസിക്കാതെ തന്നെ എന്നെ ഫോണിൽ വിളിച്ചു. മാഡം എനിക്ക് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്നുണ്ട്, അപ്പം മാഡം ഒന്ന് കഥ കേൾക്കാമോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ കഥ കേട്ട് കഴിഞ്ഞപ്പം നല്ലൊരു മെസ്സേജായിട്ടാണ് എനിക്ക് തോന്നിയത്. സമൂഹത്തിന് കൊടുക്കുന്ന ഒരു നല്ല മെസ്സേജാണ് അദ്ദേഹം കണ്ടെത്തി ആ കഥയിലൂടെ ഇത് ചെയ്യുന്നത്. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്തതും പിന്നെ എൻ്റെ ഹസ്ബൻഡും എല്ലാവരുടെയും എനിക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ സഹപ്രവർത്തകരും എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്തു ാണ് ഞാൻ ഇതിനകത്ത് അഭിനയിക്കുന്നത്. എനിക്ക് പേടിയായിരുന്നു അഭിനയിക്കാൻ. വെച്ചാൽ ഡാൻസും പാട്ടും പോലെ അല്ലല്ലോ അഭിനയം എന്ന് പറയുന്നത്. അപ്പൊ അതും പേടിയൊക്കെ മാറിയല്ലോ, ഇപ്പൊ പേടി മാറിയിട്ടുണ്ട്. മിസ് കേരള ആ ഒരു ഇതിൽ അറ്റൻഡ് ചെയ്തായിരുന്നു? ആ മിസ്സിസ് കേരളയെ അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ സെക്കൻഡ് റണ്ണറപ്പ് ആയിരുന്നു. ശരി, ഓക്കെ, വെരി ഗുഡ്. സ്വപ്ന മാഡം, ഞാനിപ്പോ ചോദിക്കാൻ പോകുന്ന
ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഇത്ര നേരം സംസാരിച്ചു, ഇനിയും കുറേ കാര്യങ്ങൾ സിനിമയായിട്ട് സംസാരിക്കാനുണ്ട്. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. എനിക്ക് മാം ഓൾറെഡി 22 വർഷത്തെ പോലീസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് മാമിൻ്റെ കയ്യിൽ കിടക്കുന്നത്. മറക്കാൻ പറ്റാത്ത ഇൻസിഡൻസ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും. ശരിയാണ്. അപ്പം അങ്ങനെ ഉള്ള എന്തെങ്കിലും 1-2 സംഭവങ്ങൾ നമ്മുടെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് മാമിന് പറയാനുണ്ടോ? ഉണ്ട്. ചെറുതല്ല, ഒത്തിരി അനുഭവങ്ങളുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടി രാത്രിയിൽ വീട്ടിൽ വഴക്കുണ്ടാക്കി വെച്ചിട്ട് ഇറങ്ങി വന്നു. അവളുടെ വീട്ടുകാരോ ആരും വിളിച്ചിട്ട് ആ കുട്ടി തിരിച്ചു പോകാൻ സമ്മതിക്കുന്നേ ഇല്ല. സ്റ്റേഷനിലേക്ക് ഇറങ്ങി വന്നു. സ്റ്റേഷനിലായിട്ടല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി. അത് വേറെ ഒരു ജില്ലയിൽ നിന്ന് ഇറങ്ങി റോഡിൽ കൂടെ നടന്നു വന്നപ്പോൾ ഒരു യൂബർ ടാക്സിക്കാരൻ ആ കുട്ടീനെ വിളിച്ചുകൊണ്ട്, ഞാൻ ജോലി ചെയ്യുന്ന സ്റ്റേഷനിലോട്ട്, തലോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലോട്ട്, അന്ന് ഞാൻ തലോലപ്പറമ്പിൽ ജോലി ചെയ്യുക, കൂട്ടിക്കൊണ്ട് വന്നു. ഈ കുട്ടീനെ ഞാനപ്പം നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ വീട്ടുകാരുടെ ഫോൺ നമ്പർ ഒന്നും ചോദിച്ചിട്ട് കുട്ടി ഒന്നും തയ്യാറാവുന്നില്ല. പുള്ളിക്കാരത്തി സമ്മതിക്കുന്നില്ല മോള്. അപ്പോൾ ഒത്തിരി നേരം ഞാൻ സംസാരിച്ച്, എല്ലാവരും ആ സ്റ്റേഷനിലുള്ളവരും സംസാരിച്ചിട്ടൊന്നും കുട്ടി അടുക്കുന്നില്ല. ഫോൺ നമ്പർ വീട്ടുകാരെ ഒന്ന് വിളിച്ച് അറിയിക്കാൻ, ഈ കുട്ടി ഇവിടെയുണ്ട് സ്റ്റേഷനിലുണ്ടെന്ന് അറിയിക്കാൻ നമുക്കൊരു നമ്പർ തരുന്നില്ല മോള്. അത് കഴിഞ്ഞ് കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചു നമ്പർ ചോദിച്ച് ഞാൻ ആ വീട്ടുകാരെ വിളിച്ചു വരുത്തി. അപ്പോൾ ആ കുട്ടി എന്നാന്ന് ചോദിച്ചാൽ ഡ്രഗിന് അഡിക്ഷൻ ഉണ്ട്. ഗേള ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അതിന് ഡ്രഗിനൊരു അഡിക്ഷൻ ഉണ്ട്. അപ്പം പുള്ളിക്കാരത്തി ആ ഡ്രഗ് അഡിക്ഷന് ഇതായിട്ട് വീട്ടുകാർ ബോയ്സൊക്കെ കൊണ്ടുപോയി ഗേറ്റിന്റെ അവിടെയൊക്കെ ഒരേ ഡ്രഗൊക്കെ കൊണ്ടുവെക്കുന്നത് കൊണ്ട് വീട്ടുകാർ പല പ്രാവശ്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടി അതിന്റെ ദേഷ്യത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വെച്ചപ്പോൾ രാത്രിയിലാന്ന് ഓർക്കണം. രാത്രിയിൽ ഈ കോട്ടയം എറണാകുളം റോഡ് വഴി തനിച്ച് നടന്നു വരുന്നത് കണ്ടാണ് യൂബർ ടാക്സിക്കാരൻ ഓട്ടം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോരുന്ന വഴിയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ തലോലപ്പറമ്പുകാരനായിരുന്നുകൊണ്ട് ആ പുള്ളി ഒരു നല്ലൊരു പയ്യനായിരുന്നതുകൊണ്ട് അവൻ ഒരു കുഴപ്പവും കൂടാതെ പെൺകുട്ടീനെ തലോലപ്പറമ്പ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത്. അട്ട് വീട്ടുകാർ വന്നു കഴിഞ്ഞിട്ടും ഈ കുട്ടി ആ വീട്ടുകാരുടെ കൂട്ടത്തിൽ പോകില്ല എന്നും പറഞ്ഞുകൊണ്ട് വഴക്കായി. പിന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും കുട്ടികളെ താമസിപ്പിക്കുന്നിടത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി വീട്ടുകാരുമായിട്ട് സംസാരിക്കാനേ കൂട്ടാക്കുന്നില്ല. അങ്ങനെ കുറേ നേരം സംസാരിച്ച് ഇതെല്ലാം കഴിഞ്ഞ് കുട്ടി എന്നെ ഒരു വിധത്തിൽ ബന്ധുക്കളുടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കൗൺസിലിങ്ങിനൊക്കെ അയച്ചു. കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു 2-3 പ്രാവശ്യമൊക്കെ കൗൺസിലിംഗ് ഇതൊക്കെ കഴിഞ്ഞ് ആ കുട്ടി കഴിഞ്ഞ പ്രാവശ്യം ജില്ലാ കലോത്സവത്തിനൊക്കെ പോയിട്ട് നല്ല സമ്മാനങ്ങളൊക്കെ മേടിച്ചു. എനിക്ക് വാട്സാപ്പിൽ ആ മൊമെന്റോടെയൊക്കെ ഫോട്ടോ ഒക്കെ ഇട്ട് തന്ന് നല്ല രീതിയിൽ ഇപ്പം ആ കുട്ടി പോകുന്നുണ്ട്. പിന്നീടും ഉണ്ട് പല ഇതുപോലത്തെ അനുഭവങ്ങൾ. മിസ്സിങ് ആയ ഒരു പെൺകുട്ടി, അമ്മ വളരെ കഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷേ എറണാകുളത്ത് വന്ന് ജോലിക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ എറണാകുളത്തിന്റെ അറിയാലോ ആ രീതിയിൽ പെട്ടുപോയിട്ട് പെൺകുട്ടിക്ക് വീട്ടിൽ വരാനേ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ആ മിസ്സിങ്ങിന് സ്റ്റേഷനിൽ കേസെടുത്ത് പെൺകുട്ടീനെ പിടിച്ചുകൊണ്ട് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞിട്ട് വീട്ടുകാരോട് ഇതുപോലെയാണ്, മിണ്ടാൻ പോലും അവർ കൂട്ടാക്കുന്നില്ല. അത് കഴിഞ്ഞ് ആ പെൺകുട്ടീനെ വീട്ടുകാരുടെ കൂടത്തിൽ കോടതിയിൽ നിന്ന് വീട്ടുകാരുടെ കൂടത്തിൽ വിട്ട് കഴിഞ്ഞപ്പോഴും ആകെ പെൺകുട്ടി എൻ്റെ ഫോൺ നമ്പറുമായിട്ട് മേടിച്ചുകൊണ്ടാണ് പോയത്. അവിടെ നിന്ന് നേരെ എറണാകുളത്തിന് തന്നെ വീണ്ടും ജോലിക്ക് പോയി. ആ വീട്ടുകാർക്ക് ഈ പെൺകുട്ടി ഒരു പൈസയോ ഒന്നും അയച്ചു കൊടുക്കത്തില്ല. അപ്പം വീട്ടുകാരെന്നെ ഇടയ്ക്ക് എപ്പോഴും വിളിച്ചിട്ട് പറയും, മാം വിളിച്ചാൽ ഉള്ളൂ ഞങ്ങളെ ഒന്ന് വിളിക്കുകയുള്ളൂ എന്ന് പറയും. അപ്പം ഞാൻ വിളിച്ചിട്ടാണ് ആ പെൺകുട്ടി പിന്നെ അവരുടെ വീട്ടിലോട്ട് വിളിക്കുകയും എന്തെങ്കിലും പൈസ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഉണ്ട് ഒത്തിരി ബോയ്സ് ഉണ്ട്. ആ വീട്ടിൽ അച്ഛൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുടി വെട്ടിയേലാത്ത പിള്ളേരുണ്ട്. അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മുടി വെട്ടാൻ പോകുന്നൊക്കെ പിള്ളേരുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി നമുക്ക് ഇൻസിഡൻറ്റുകളുണ്ട്. ഒരു വീട്ടിൽ തന്നെ 4 പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ നമുക്ക് വേദനാജനകമായ കാര്യങ്ങളാണ്. എന്നാന്ന് വെച്ചാൽ അവരുടെ ആ ബോഡി കിടക്കുന്നത് കാണുമ്പോൾ നമ്മൾ ശരിക്കും ഇല്ലാണ്ട് പോകും. എന്നാന്ന് വെച്ചാൽ അതും ഒരു കല്യാണം നിശ്ചയിച്ച ഒരു പെൺകുട്ടി ഇങ്ങനെ ആത്മഹത്യ ചെയ്തപ്പോൾ അതിൻ്റെ ഡെഡ് ബോഡി ബന്ധവസമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ പോയായിരുന്നു. നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ പോലീസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമാണ്. നമ്മൾ ബുദ്ധിമുട്ടോടു കൂടിയാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ ഡ്യൂട്ടികൾ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും മനസ്സിനെ വിഷമിപ്പിക്കുന്നതും. പല പ്രായമായ അമ്മമാർ സ്റ്റേഷനിൽ വരും, അവരുടെ മക്കൾ നോക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് പലപ്പോഴും ആശുപത്രിയിൽ പോയി അവരുടെ മരുന്ന് മേടിക്കുന്നതും ട്രിപ്പ് ഇടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ അതൊക്കെ നമ്മളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മാനുഷികമായ ഒരു പരിഗണന അവരോട് തോന്നുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. ഞാൻ അതുപോലെ 10-200ഓളം കുട്ടികളെ
ഡ്രഗ് അഡിക്ഷൻ കാരണം ഞാൻ അവരെ കൗൺസിലിങ്ങിനും ട്രീറ്റ്മെന്റിനും അയച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒന്നും ആ പിള്ളേരെ കാണുമ്പോൾ പിള്ളേരെ ഓടി വരും. എന്നാന്ന് വെച്ചാൽ അവരുടെ ജീവിതം തിരിച്ചു കിട്ടിയതിന്റെ ഒരു സന്തോഷത്തിൽ എന്നെ കാണുമ്പോൾ ഓടി വരും. എന്നാന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി പേരെ കൊണ്ടുപോകും. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ രാവിലെ എണീക്കുമ്പോഴേ പിള്ളേരും അവരുടെ അച്ഛനും അമ്മയൊക്കെ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ എൻ്റെ മകൾ എപ്പോഴും എന്നോട് പറയും, ഞാൻ ഒരിക്കലും വഴിതെറ്റിയല്ല. എന്നാന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഇതേപോലെ മക്കളെ തിരിച്ചു കൊണ്ടുവരുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. എന്നാന്ന് വെച്ചാൽ അവരുടെ എന്നുവെച്ചാൽ ഞാൻ ഒരു സന്തോഷവതിയായ ഒരു അമ്മയാണ്. എൻ്റെ മകൾക്ക് ഇപ്പം 17 വയസ്സുണ്ട്. അപ്പൊ എൻ്റെ മകൾ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു കൂട്ടുകാരി, എനിക്ക് ഒരു അമ്മ, മകള്, എനിക്ക് എന്തെല്ലാമാണോ അതെല്ലാം എൻ്റെ മകള് തന്നെയാണ്. അപ്പം ഒരു വഴി തെറ്റുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവൾ വന്ന് എന്നോട് പറയും. അപ്പം എനിക്ക് അതിന് നന്നായിട്ട് മറുപടി പറഞ്ഞ് അവളെ ഇത് ചെയ്യാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ ഓരോ മാതാപിതാക്കൾക്കും അവരുടെ മക്കൾ നല്ല രീതിയിൽ നടക്കുന്നത് കാണുന്നത് എനിക്കിഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ഡ്രഗ് അഡിക്ഷൻ ഉള്ള പിള്ളേരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് സമയമുള്ളപ്പം ഞാൻ അവരോട് വീട്ടിൽ വരാൻ പറയും. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലുള്ള സമയത്താണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറയും. ഞാൻ ഡ്യൂട്ടി സമയം കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ വീടിൻ്റെ അടുത്തോട്ട് വന്നു കഴിയുമ്പോൾ അവർക്ക് വേണ്ട കുറച്ച് നമ്മൾ ഉപദേശവും കൗൺസിലിങ്ങും ഒക്കെ ചെയ്തു കൊടുക്കും. ഇല്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ അവിടെ ജവഹർ എന്ന് പറയുന്ന ഒരു ഇതുണ്ട് തലവലപ്പറമ്പിൽ, അവിടെ 2 കൗൺസിലർ മാഡമുണ്ട്, രേഖ മാഡവും അനില എന്ന് പറഞ്ഞ. അപ്പോൾ അവരുടെ അടുക്ക കൊണ്ടുപോകും. അതുപോലെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഹോമിയോയുടെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഹോമിയോയുടെ ഡോക്ടറെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെ കുട്ടികളെ നമ്മൾ ലഹരിക്ക് അഡിക്റ്റായ പിള്ളേരെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ വളരെ പാടായിരിക്കും. അവർക്ക് ഭയങ്കര ദേഷ്യവും ഭയങ്കര വീട്ടുകാരോട് എന്ത് പറഞ്ഞാലും അവർ നെഗറ്റീവായിട്ടേ ഉള്ളൂ. നമ്മൾ അത് സമൂഹത്തിൽ അവർ എന്ത് ചെയ്താലും അവർ നെഗറ്റീവേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഞാൻ വീട്ടിൽ പോയും ചില പിള്ളേരൊന്നും പോലീസ് സ്റ്റേഷനിൽ വരുവോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലോ വരികയില്ലാത്ത പിള്ളേരുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ ഞാൻ പോകും. വീട്ടിൽ പോയിട്ട് അവരോട് ചിലപ്പോൾ ദിവസങ്ങളോളം ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണേലും രാത്രിയിലാണേലും ആരെന്നെ വിളിച്ചാലും ഞാൻ അത് സമയം നോക്കാതെ ഞാൻ പോയി അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. എന്നാന്ന് വെച്ചാൽ നാളെ ഒരു സമൂഹത്തിൻ്റെ പുതിയ തലമുറയാണ്. അവർ വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ എനിക്കും ഒരു കുഞ്ഞുള്ളതാണ്. അപ്പം ആ ഒരു കുഞ്ഞിനെ നമ്മൾ വീട്ടിൽ എത്ര കരുതലോടുകൂടിയാണ് ഓരോ മാതാപിതാക്കളും കൊണ്ട് നടക്കുന്നത്. അപ്പം അവർ വഴി തെറ്റിപ്പോകാൻ വരുന്നത് സംഭവം ഞാൻ നടത്തിക്കുകയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാ പിള്ളേരെയും ഇങ്ങനെ എനിക്കറിയാവുന്ന പിള്ളേരുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യും. അതുപോലെ മൊബൈൽ അഡിക്ഷൻ ഉണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ നിന്നൊക്കെ എനിക്ക് മൊബൈൽ അഡിക്ഷൻ ഉള്ള പിള്ളേരെ കൊണ്ടുവരാറുണ്ട്, വീട്ടിൽ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. മിക്കവരും ഞാൻ കുറേ ഉപദേശം ചെയ്യുമ്പോൾ അവർ അത് കേട്ട് പിന്നെ കറക്റ്റായിട്ട് പോകാറാണ് ചെയ്യാറ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. മാം, ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ പോലീസുകാരുടെ ഒരു മാനസികാവസ്ഥ എന്താണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് കേരള പോലീസ്, പ്രത്യേകിച്ച് കൊച്ചിയിലെ പോലീസുകാർ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പേരൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ മാമിനൊക്കെ ശരിക്കും അറിയാവുന്ന കോട്ടയത്തുള്ള ഒരു പുള്ളി ഇപ്പോൾ CI ആയിട്ട് പ്രമോഷൻ എന്തോ കിട്ടിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിലും ഉണ്ടായിരുന്ന നമ്മുടെ വേണ്ടപ്പെട്ടൊരു പോലീസുകാരനാണ്. ഞാൻ പറഞ്ഞ അഭിലാഷ് സാറിനെ കുറിച്ചാണ്. അഭിലാഷ് സാർ ആദ്യം ഫോർട്ട് കൊച്ചിയിലെന്തുണ്ടായിരുന്നു, പിന്നെ തോപ്പുംപടിയിലായിരുന്നു. അപ്പോൾ നമ്മുടെ സുഹൃത്ത് സനോജ് വഴിയാണ് ഞാൻ അഭിലാഷ് സാറിനെ പരിചയപ്പെടുന്നത്. നല്ലൊരു വ്യക്തിത്വത്തിനോട് ഉടമയാണ്. എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും. പക്ഷെ അങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താറൊന്നുമില്ല. അതുപോലെ പലരും പോലീസ് സേനയിലുള്ള പല ആൾക്കാരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പോൾ കുറച്ചായിട്ട് അവരൊന്നും കാണാറില്ല, സംസാരിക്കാറില്ല. കാരണം എല്ലാവരും ട്രാൻസ്ഫറായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അപ്പോൾ ഇവരെയൊക്കെ മാനസികമായിട്ട് വളരെ പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു എല്ലാ ജോലിക്കും മാനസിക പിരിമുറുക്കമുണ്ട്. പക്ഷെ എന്നാൽ പോലും പോലീസുകാർ കൂടുതലായിട്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ പോലീസ്, ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് ശരിയാണോ, സ്വപ്ന മാമിന് അതിന് ഉത്തരം പറയാനുണ്ടോ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ചോദിക്കുന്നേ ഉള്ളൂ. വേറൊന്നുമല്ല, പോലീസ് സേനയിൽ തന്നെ 2 വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. നല്ലവരുണ്ട്, ചീത്ത എന്നെല്ലാം പറയുന്നത് ചിലപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള, അറിയാലോ പോലീസുകാരെയാണ് എപ്പോഴും രാഷ്ട്രീയക്കാർക്ക് എന്നും പന്ത് തട്ടാവുന്ന പോലെ തട്ടാൻ പറ്റിയൊരു വിഭാഗം. അങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം സ്വപ്ന മാമിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? സാർ ഇപ്പം ചോദിച്ച ചോദ്യത്തിന് പറയാം. എനിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇതും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നതും രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടും എന്നാന്ന് വെച്ചാൽ എനിക്ക് കാക്കിയാണ്.
കാക്കിക്ക് ഒറ്റ രാഷ്ട്രീയമേ ഉള്ളൂ, കാക്കി കളറ്. അപ്പോൾ ഞങ്ങൾ പോലീസുകാർക്ക് പലരും രാഷ്ട്രീയക്കാരുണ്ടായിരിക്കും, രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും, രാഷ്ട്രീയക്കാരോട് ഇതുള്ളവരുണ്ടായിരിക്കും. പക്ഷേ പോലീസിലെ എൻ്റെ രാഷ്ട്രീയം കാക്കി കളറാണ്. ആ കാക്കി ഇട്ട് കഴിഞ്ഞാൽ അതിന് രാഷ്ട്രീയമില്ല. വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാക്കി ഇട്ടവന് രാഷ്ട്രീയം ഉണ്ടോയെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നുവെച്ചാൽ ഒരു എല്ലാൻ്റെ ഡ്യൂട്ടിയുള്ള സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ രാഷ്ട്രീയക്കാരനാന്ന് പറഞ്ഞ് നോക്കി നിൽക്കുമല്ല. അവിടെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ ആ സംഭവത്തിന് എന്താണോ വാല്യൂ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഓരോ പോലീസുകാരും ചെയ്യുന്നത്. അവിടെ അപ്പം നമ്മൾ രാഷ്ട്രീയം നോക്കി നിൽക്കാറില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ്റെ മുഖം കണ്ട് നമ്മൾ മാറി നിൽക്കാറില്ല. എന്നുവെച്ചാൽ നമ്മൾക്ക് ആ ഒരു എല്ലാൻ്റെ വിഷയം ഉണ്ടാകുന്ന സ്ഥലത്ത് എനിക്ക് പരിചയമുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്, അവൻ അവിടെ നിൽപ്പുണ്ടല്ലോ എന്നും പറഞ്ഞ് മാറി നിൽക്കാൻ നമുക്ക് പോലീസിന് പറ്റത്തില്ല. കാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാക്കിയുടെ ആ ഡ്യൂട്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എനിക്ക് കാക്കിയോട് തന്നെയാണ് പ്രണയവും. എന്നാന്ന് ചോദിച്ചാൽ കാക്കി ഇട്ട് കഴിഞ്ഞാൽ അവിടെ മതമില്ല, രാഷ്ട്രീയമില്ല, കളറില്ല, ഒന്നുമില്ല. എന്നാന്ന് ചോദിച്ചാൽ കാക്കിയുടെ കളർ തന്നെയാണ് നമ്മുടെ പ്രണയവും. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു കാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു മകന് ചിലപ്പം 2 ദിവസമായ ആ ബോഡിയിൽ ആ മകൻ ചിലപ്പോൾ തൊടിയേല. അല്ലെങ്കിൽ ഒരു ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് 2 ദിവസം ആയിക്കഴിഞ്ഞാൽ ആ ബോഡിക്ക് വീക്കമാകും, മണമാകും, പുഴുവാകും. ആ ഭർത്താവ് ചിലപ്പം നോക്കിയല്ല. അതുപോലെ തന്നെയാണ് മക്കളും. ആരും ആ ബോഡിയിൽ ഒന്ന് തൊടാൻ പോലും അറച്ചു നിൽക്കും. പക്ഷെ ഞങ്ങൾ കാക്കിയിട്ട പോലീസുകാർ അതല്ല. ഞങ്ങൾ അവിടെ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ ആ ബോഡിയിൽ ചിലപ്പോൾ വെറുതെ കൈ കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ തൊടുന്നത്. അവിടെ ചിലപ്പം ഗ്ലൗസ് കിട്ടാൻ നമുക്ക് അതിനുള്ള സന്ദർഭം ഇല്ലായിരിക്കും. ആ വെറും കൈ കൊണ്ടായിരിക്കും നമ്മൾ ആ ബോഡിയിൽ നിൽക്കുന്നത്. അവിടെ ഞങ്ങൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുന്നില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാക്കിയുടെ വില അതാണ്. കാക്കി ഇട്ട് കഴിഞ്ഞപ്പോൾ സമൂഹത്തിൽ പലരും കാക്കി ഇട്ടവരെ തെറി വിളിക്കുകയും പരിഹസിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ കാക്കി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് പോലീസുകാരൻ തന്നെയാണ്. അതെന്നാന്ന് ചോദിച്ചാൽ അവിടെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇല്ല. ഏത് രാഷ്ട്രീയമായാലും മതമായാലും എന്തായാലും നമ്മൾക്ക് ഒരേ ഒരു കളറേ ഉള്ളൂ, പോലീസുകാരനുള്ളൂ, കാക്കി. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാക്കി എന്ന് പറയുന്ന ആ ഒരു യൂണിഫോമിന് അത്രയ്ക്കും വില ഞങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. അവിടെ പഴയ പോലീസുകാരല്ല ഇപ്പോഴത്തുള്ള. ഇപ്പോൾ ഉള്ള പുതിയ പോലീസുകാരെല്ലാം നല്ല വിദ്യാഭ്യാസവും അതുപോലെ വീടിന് വേണ്ടിയിട്ടാണ് എല്ലാ പോലീസുകാരും അധ്വാനിക്കുന്നതും. അവരുടെ വീട് കഴിഞ്ഞു പോകാൻ വേണ്ടി ഓരോ കാര്യങ്ങളും വീട്ടിലെ നമുക്ക് ചിലപ്പോൾ ഒരു കല്യാണം കൂടാൻ പറ്റാതെ വരും, ചിലപ്പോൾ നമ്മുടെ അടുത്ത കുഞ്ഞിൻ്റെ ചിലപ്പം ബർത്ത്ഡേ കൂടാൻ പറ്റാതെ വരും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൊക്കെ നമ്മളുടെ വീട് പുലരാൻ വേണ്ടിയിട്ടാണ് ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും ജോലിക്ക് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വേറെ ഒരു കാര്യമോ ഒരു രാഷ്ട്രീയമോ ഇതൊന്നും നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എല്ലാവരും എൻ്റെ കൺമുമ്പിൽ എല്ലാവരും ഒന്നുപോലെ തന്നെയാണ് കാക്കി. ഇപ്പം പോലീസ് സ്റ്റേഷനായാലും ഓരോ ഡ്യൂട്ടിക്കും ചിലപ്പോൾ എൻ്റെ സഹായം ചിലപ്പോൾ ആവശ്യമായിട്ടുള്ള വരുന്ന പോലീസുകാരുണ്ട്. അവിടെ നമ്മൾ ഒന്നും നോക്കാറില്ല. നമ്മുടെ സഹപ്രവർത്തകൻ കിടന്ന് ബുദ്ധിമുട്ടുമ്പോൾ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടല്ല എൻ്റെത്. എനിക്ക് ആ പോലീസുകാരൻ അവൻ വിഷമിക്കുമ്പോൾ അവനെ കൂടത്തിൽ നിന്ന് ഒപ്പത്തിന് നിൽക്കുന്ന ഒരു സഹപ്രവർത്തകയായിട്ടാണ് ഞാനിപ്പോഴും നിൽക്കാറുള്ളൂ. അപ്പം അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. രാഷ്ട്രീയപരമായിട്ട് ഇന്ന് വരെ എനിക്ക് ഡ്യൂട്ടി സ്ഥലത്തൊന്നും ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. എന്നാന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഞാനൊരു കലാകാരി ആയതുകൊണ്ട് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ചിരിച്ചോണ്ട് നിൽക്കുക. നമുക്ക് കലാകാരന്മാർക്ക് എപ്പോഴും സപ്പോർട്ട് ഉണ്ടല്ലോ. അതിപ്പോ എനിക്ക് വെളിയിൽ പൊതുജനങ്ങളിൽ നിന്ന് നല്ല സപ്പോർട്ടുള്ള ഒരാളാണ്. എനിക്ക് കലാപരമായിട്ട് എല്ലാ ഇതും എൻ്റെ ഡാൻസും പാട്ടും ഇതും എല്ലാം എല്ലാവരും കാണുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര വെളിയിലിറങ്ങിയാൽ നല്ല സപ്പോർട്ടുള്ളത് കൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരോടും നമ്മൾ ഒരുപോലെയാണ്, പൊതുജനങ്ങളോടും നമ്മൾ ഒരുപോലെയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാറുള്ളൂ. ഡോക്ടർ ഷഹീർ ഉമറിൻ്റെ ഷോർട്ട് ഫിലിമിലൂടെ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷമാണ് ചെയ്തത്. അതിലൂടെ ഒരു അവാർഡ് നിങ്ങൾക്ക് കിട്ടി. എൻ്റെ ചോദ്യം, ആ ഒരു ഷോർട്ട് ഫിലിം നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതിലൂടെ ഒരു മലയാള സിനിമയിൽ നിന്നോ അല്ലെങ്കിൽ അടുത്ത പ്രൊജക്റ്റിലേക്കോ എന്തെങ്കിലും ഒരു എൻക്വയറി ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇനി കരിയർ ഒരു കലാകാരി എന്ന നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കാക്കിക്കുള്ളിലെ കലാകാരിയായി തന്നെ മുന്നോട്ട് പോകാനാണോ ആഗ്രഹം? അവസരങ്ങൾ വന്നിരുന്നു. ഇതിന് അഭിനയിക്കാൻ പോകുന്നതിനൊക്കെ കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അതെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ പുതിയതായിട്ട് ആർദ്ര പ്രൊഡക്ഷൻ്റെ ഒരു പ്രോജക്റ്റുമായിട്ട് നിൽക്കുന്നത് കൊണ്ടും അതിൻ്റെ കുറേ ചർച്ചകളും അതുപോലെ അതിൻ്റെ പ്രോജക്റ്റ് വർക്കുകളും നടന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ആർദ്ര പ്രൊഡക്ഷൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചെയ്ത ആ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും തന്നെയാണോ? അത് തന്നെ. അതേ സെയിം ഡോക്ടർ ഷഹീർ ഉമർ
ടീം തന്നെയാണെന്ന് അർത്ഥം. അത് തന്നെ ഞാൻ കൈപൊക്കി തൊട്ടിരിക്കുന്നു. ഐശ്വര്യം അല്ല, ഞാൻ കൈപൊക്കി തൊട്ടിരിക്കുന്നു, എന്നെയും കൂടി പരിഗണിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളൊരു നല്ലൊരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം അതിൻ്റെ വർക്കുകളുടെ തിരക്കഥയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ആർട്ടിസ്റ്റിൻ്റെ കാസ്റ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. അപ്പം അതുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ എനിക്ക് അഭിനയിക്കാനുള്ളത് വന്നത് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. അപ്പം ഇതൊരു നല്ലൊരു അവസരമാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. ആർദ്ര പ്രൊഡക്ഷൻ്റെ രണ്ടാമത്തെ ഇതായിട്ട് സിനിമയുടെ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും നല്ല ഇതിൽ പ്രതീക്ഷയിൽ ഇരിക്കുന്നു. നല്ലൊരു സ്റ്റോറിയാണ്. അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നു. നല്ല നല്ല ന്യൂസുകളല്ലേ? അതെ അതെ. ഇപ്പൊ ആർദ്ര പ്രൊഡക്ഷന്റെ ബാനറിൽ നിങ്ങളൊരു മൂവിയുടെ കാര്യം പറഞ്ഞു, മകള് ചെയ്യുന്നത് പറഞ്ഞു. അത് ഡോക്ടർ ഷഹീർ ഉമർ തന്നെയാണ് അതിന്റെ ബിഹൈൻഡ് ദ ക്യാമറ, അതും പറഞ്ഞു. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ, ഞാൻ പ്രതീക്ഷിക്കുന്ന, ഇപ്പൊ ഞാനത് പബ്ലിക്കായിട്ട് പറയുന്നില്ല, അല്ലെങ്കിൽ പറയാം, അതിൻ്റെ അകത്ത് സ്വപ്ന എന്ന് പറയുന്ന ക്യാരക്ടർ അതിനകത്ത് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആർദ്ര പ്രൊഡക്ഷന്റെ ആ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അതൊരു വൻ വിജയമാവട്ടെ. കാരണം സ്വപ്നമാരായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരം നിർത്താൻ തോന്നുന്നില്ല. വേറെ ഒന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ സേനയിലുള്ള കാര്യങ്ങൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ചോദിച്ച് പോകേണ്ടി വരും. പക്ഷെ കണ്ടമാനം അങ്ങോട്ട് ചോദിച്ച് വലിപ്പിക്കുന്നില്ല. നമ്മൊരു കലാകാരിയാണെന്ന് പറഞ്ഞു, പാട്ട് പാടുമെന്ന് പറഞ്ഞു, ഇതുവരെ 2 വരി പാടി തന്നിട്ടില്ല, അത് ഞാൻ പാടിപ്പിക്കാം. രണ്ടാമത്തത് വേറെ എന്തൊക്കെയോ കലാപരമായിട്ട് ഉണ്ടെന്നും പറഞ്ഞു. അതെന്തൊക്കെയാണ്? എല്ലാം ഒന്ന് വിശദീകരിച്ചിട്ടൊന്ന് പറയാൻ സാധിക്കുമോ? ഞങ്ങൾ ആർദ്ര പ്രൊഡക്ഷൻ്റെ പുതിയ പ്രോജക്റ്റിൽ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സുകൾ തന്നെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. എനിക്ക് എൻ്റെ ക്യാരക്ടർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞങ്ങൾ അത് ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. അല്ല, അത് നിങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അത് സ്ട്രീം ലീഡിങ് റോഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു വലിയ സന്തോഷമാണ്. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് ആദ്യമായി ചെയ്യുന്ന ഒരു ഫുൾ മൂവിയാണ്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ്. അപ്പൊ മാമിന്റെ ഒരു ബാക്കപ്പ് സപ്പോർട്ടാണ് എപ്പോഴും ഒരു ഡയറക്ഷനെ സംബന്ധിച്ച്, ഡയറക്ടറിനെ സംബന്ധിച്ച് ഫ്രീഡം ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത്, ഒരു ഫ്രീ മൈൻഡിൽ വർക്ക് ചെയ്യാൻ കിട്ടുക എന്ന് പറയുന്നത്, തുറന്ന ഒരു പുസ്തകം പോലെ ആയിട്ട് മാറാൻ സാധിക്കും. ഏതൊരു സിനിമക്കും നല്ലൊരു പ്രൊഡ്യൂസർ സൈഡ് കിട്ടിയാൽ അതായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. വളരെ നല്ലത്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി പുതിയ ആൾക്കാരെ, പുതുമുഖങ്ങളെ തേടുന്നുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസരം നിഷേധിക്കപ്പെട്ടവരും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ പല വാതിലുകളും മുട്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള പുതിയ ആൾക്കാരെ, അഭിനയിക്കാൻ കഴിവുള്ളവരെയും നമ്മൾ സെലക്ട് ചെയ്ത് ഇതിനകത്ത് സിനിമയിലോട്ട് എടുക്കണമെന്നുള്ള ആഗ്രഹമാണ് നിൽക്കുന്നത്. മെയിൻ ക്യാരക്ടേഴ്സായിട്ട് മെയിൻ റോളിലുള്ള മെയിലും ഫീമെയിലും ഉണ്ട്. അല്ലാതെയുള്ള റോളുകളിലൊക്കെ നമ്മൾ അവസരം നിഷേധിക്കപ്പെട്ടവരും അഭിനയിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെയും നമ്മൾ സെലക്ട് ചെയ്തതിൻ്റെ അകത്ത് കൊണ്ടുവരും. അതുപോലെ ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു പുതിയതാണെന്ന് നവാഗത സംവിധായകർക്കൊക്കെ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ആൾക്കാർ ആദ്യം ചോദിക്കും, നവാഗത സംവിധായകനോ, അവ ഇതിനു മുമ്പ് സിനിമ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഇത് ട്രെൻഡ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇതില്ല, എല്ലാവർക്കും അവസരം കിട്ടിയാലേ ഉള്ളൂ സംവിധായകരാകുള്ളൂ. അല്ലാതെ നേരത്തെ മുതൽ ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ ഈ ഫീൽഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ആ രീതി മാറണം. എല്ലാവർക്കും അവസരം കിട്ടണം, സംവിധായകനായാലും അഭിനയിക്കുന്നവരായാലും ആരായാലും. അപ്പം അതൊരു വേദി ഞങ്ങളുടെ ഈ ആർദ്ര പ്രൊഡക്ഷൻ ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ നല്ലൊരു പ്രൊഡക്ഷനായിട്ട് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാവരെയും അഭിനയിക്കാൻ പറ്റുന്ന ആൾക്കാരെ നമുക്ക് സിനിമയിലോട്ടുള്ള ആവശ്യമായിട്ട് ആ റോളുകൾക്ക് ഞങ്ങൾ കാസ്റ്റിംഗ് കോൾ ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ലൊരു രീതിയിലോട്ട് ഇത് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ഷഹീർ ഉമർ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഇത് നയിക്കുന്ന ആൾ. എന്ന് വെച്ചാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ കഴിവിൽ നല്ല വിശ്വാസമുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ ഒരു വലിയ കുഴപ്പമില്ലാതെ നല്ലൊരു സംവിധായകന് വേണ്ട എല്ലാവിധ കഴിവ് അദ്ദേഹത്തിനുണ്ട്. അപ്പം അദ്ദേഹം അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറട്ടെ എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷം നമുക്കും ആഗ്രഹം. ഒരു മുട്ട് കേൾക്കുന്നുണ്ട് മാഡം ഡോറിൽ, ഞാനാണ് മുട്ടിയേക്കുന്നത്. പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുമ്പോൾ എൻ്റെ മുഖവും മറക്കാതിരിക്കുക, ആ മുട്ട് മറക്കരുത്, ഇപ്പോഴും മുട്ടിക്കൊണ്ടിരിക്കട്ടെ. ഇത് പുതുമുഖം അല്ലല്ലോ, എപ്പോഴും എല്ലാരും കാണുന്ന മുഖമല്ലേ, അപ്പൊ അതുകൊണ്ട് പുതുമുഖം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പുതുമുഖം തന്നെയാണ്, ഞങ്ങൾ എല്ലാവരും പുതുമുഖം. ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ സുബ്രഹ്മണ്യത്തിൽ നിന്ന് നമുക്കൊരു അറിവുകളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം വരെ ഒരുപാട് പുതുമുഖങ്ങൾ, സത്യം പറഞ്ഞാൽ 2012 തുടങ്ങി മലയാള സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ കൺമുന്നിലൂടെ ഒരുപാട് ആളുകൾ വലുതായിട്ടുമുണ്ട്, ഒരുപാട് ആളുകൾ ഇത് ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുമുണ്ട്, സിനിമയെ കൊണ്ട് നശിച്ചു പോയവരെ എനിക്കറിയാം. പക്ഷേ അവസരങ്ങൾ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കും എന്ന് എന്നോട് പറഞ്ഞ പല ആൾക്കാരും അവരെ പ്രൊജക്റ്റ് വന്നപ്പോൾ
നല്ല അന്തസ്സായിട്ട് തേച്ചൊട്ടിച്ച് പോയിട്ടുണ്ട്. നമുക്ക് പക്ഷെ ഒരു വിഷമമൊന്നുമില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സമയമാകുമ്പോൾ നമ്മൾ ചെയ്യുമെന്ന് ഉറപ്പ് വിശ്വാസമുണ്ട്. അപ്പോൾ മാം ഇപ്പോൾ പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. പുതിയ ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കുക, അവർക്ക് അവരുടേതായ രീതിയിൽ വളരാൻ സാധിക്കട്ടെ. എന്തായാലും ഇത്രയും നേരം JC സ്റ്റുഡിയോയുടെ ഈ ഫ്ലോറിൽ വന്നിരുന്ന് മാമിന് സംസാരിക്കാൻ സാധിച്ചത്, ഞാനിപ്പോഴും പറയുന്നത് മാമിൻ്റെ ഇൻ്റർവ്യൂ ഇവിടെ തീരുന്നില്ല. ഞാൻ എൻ്റെ ഓഡിയൻസിനോടും കൂടി ഞാൻ പറയുന്നൊരു കാര്യം ഇതാണ്, മാമിൻ്റെ ഇൻ്റർവ്യൂ ഇവിടെ തീരുന്നില്ല, ഇത് കണ്ടിന്യൂ ചെയ്യും ഇനിയും. കാരണം ഈ ആർദ്ര പ്രൊഡക്ഷൻ്റെ പുതിയ സിനിമ വരുമ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനലിൽ വീണ്ടും ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ അന്ന് പറയാനുണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ സമയ കുറവും പിന്നെ ഇവരാണെങ്കിൽ ലോങ്ങിൽ നിന്ന് വന്നേക്കുന്നതാണ്, അവരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. മാം ലോങ്ങിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് JC സ്റ്റുഡിയോയിലെ ഞങ്ങളുടെ ഈ ഫ്ലോറിനെ കുറിച്ച് മാമിന് എന്താണ് സംസാരിക്കാനുള്ളത്? ആദ്യമായിട്ട് ഞാൻ സച്ചിൻ സാറിനോട് തന്നെ നന്ദി പറയുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JC സ്റ്റുഡിയോയുടെ ഈ പ്ലാറ്റ്ഫോമിൽ വലിയ വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നതും അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ചോദ്യങ്ങളും ആൾക്കാരെ മുൾമുനയിൽ നിർത്തുന്ന ആ ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്നെ ഇതിൻ്റെ അകത്ത് വിളിക്കും, ഞാൻ ഇതൊക്കെ കാണാറുണ്ടെങ്കിലും എന്നെ ഇതിൻ്റെ അകത്ത് വിളിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വളരെയേറെ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് സച്ചിൻ സാറിനും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതുപോലെ ഒരു പുതുമുഖമായിട്ട് ഞങ്ങളുടെ ആർദ്ര പ്രൊഡക്ഷനിൽ വരുവാണെങ്കിൽ വളരെ സന്തോഷം. ഇപ്പോഴേ ആ മുട്ട് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ ആ വാതിൽ തുറന്നു തന്നെ ഇട്ടിരിക്കുകയാണ്. അതുപോലെ എല്ലാവർക്കും ഇതിൻ്റെ അകത്ത് പുതിയതായിട്ട് വരുന്ന എല്ലാവർക്കും ഞാൻ ഒരാളും അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ വേണ്ടിയുള്ള ഒരു ഇടവരാതെ ഇതിൻ്റെ അകത്ത് പുതിയ ആൾക്കാരെ വെച്ച് തന്നെ നമ്മൾ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. എല്ലായിടത്തും കഴിവുള്ളവരെ അംഗീകരിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്നെ ഇത് ഈ ഷോയിലേക്ക് വിളിച്ച സാറിന് എല്ലാവിധ നന്ദി. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.